ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് നമ്മൾ ഇന്നൊരു ഡേ മൈ ലൈഫാണ് എടുക്കുന്നത്. 2 മാസത്തിന് ശേഷം നമ്മൾ സ്കൂളിൽ പോവാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആമി ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, രാവിലെ തന്നെ എണീറ്റിട്ട്. അപ്പോൾ ഞാനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പല്ല് തേച്ച് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് ആരെ കയറുന്നതെന്നുള്ളത് ഡിസ്കസ് ചെയ്യായിരുന്നു. അങ്ങനെ അപ്പോൾ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാ അമ്മ പിന്നെ ഇന്നലെ നമ്മൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ട ഞങ്ങൾ തിന്നെയാണ്, കുളിച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് വിശന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ പൊറോട്ട തിന്നെയാണ്. അപ്പം പൊറോട്ട തിന്നുന്ന ആറ്റിറ്റ്യൂഡൊക്കെ ഇടുന്നുണ്ട് ആമി കിട്ടും. അങ്ങനെ അത് അമ്മ 2 പേർക്കും പൊളിച്ച് തന്നു. അപ്പോൾ ഞങ്ങൾ മെല്ലെ തിന്നെയാണ്. പിന്നെ മുട്ടക്കറി ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ പിന്നെ കട്ടൻ ചായ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആമിത വീഡിയോ ഒക്കെ എടുത്ത് ഇതാക്കുന്നുണ്ട്. അപ്പോൾ അതാ എന്നെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരും നന്നായിട്ട് ഫുഡ് കഴിഞ്ഞു. പിന്നെ പൊറോട്ട ഇച്ചിരി ചൂടുണ്ടായതുകൊണ്ടാണ് ഞാൻ പറയായിരുന്നു, കുറച്ച് ചൂടുണ്ടെന്ന്. അതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അപ്പോൾ അതാ മുട്ടക്കറിയും മറ്റേ പൊറാട്ടയും കാണിച്ചായിരുന്നു. അങ്ങനെ ഇതാ കുളിക്കാൻ കയറുകയാണ്. അമ്മ ചൂടുവെള്ളം ഒഴിച്ച് നോക്കായിരുന്നു. ഞങ്ങളുടെ പുതിയ യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം പഴയതിട്ട് 2ാമത്തെ ദിവസം കിട്ടുമെന്നാണ് ആൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടില്ലെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. അമ്മ പാൻറ്റ് ഇത് അവിടെ ഉണ്ട്, പുതിയ പാൻറ്റാണ്. പുതിയ പാൻറ്റ് ഞങ്ങൾ തയ്ച്ച് കിട്ടി, പക്ഷെ ടോപ്പ് തയ്ച്ച് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറയുമായിരുന്നു. ഞാൻ കിടക്കുമായിരുന്നു കേട്ടോ, കുറച്ച് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ആമി പറയാണ് ഞാനാണ് കുളിക്കാൻ കയറുന്നതെന്ന് കേട്ടോ. അങ്ങനെ പൈപ്പ് തുറന്നിടാൻ പോയതാണ്, ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ ആമി ഞങ്ങളൊരു ബോട്ടിൽ സ്പ്രേ ഉണ്ട്, അതിൽ വെള്ളം നിറച്ചിട്ട് എന്നെ എണീപ്പിക്കാൻ നോക്കുകയാണ് ഗൈസ്. അപ്പം അതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്തൊക്കെയോ എക്സ്പ്രഷൻ ഇടുന്നുണ്ട് കേട്ടോ. അത് ആമി വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണിതാ. പിന്നെ അവൾ എന്തൊക്കെയോ അമ്മേനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടത്. അമ്മ പാൻറ്റൊക്കെ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ അളവ് നോക്കുമായിരുന്നു, കാരണം ആരെയാണ് പുതിയതെന്ന്. അപ്പോൾ ആമിയുടെ ബാഗാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. ഞാൻ പഴയതാണ് കൊണ്ടുപോയത്, കാരണം എനിക്ക് ഇനി പുതിയത് വാങ്ങണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടോ. കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചാണ്. അപ്പം ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ കയറുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് പറഞ്ഞുകൊണ്ടാണ് തേക്കുന്നത്. അപ്പം ആമിയുടെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്നും മുടി കെട്ടിയിട്ടാണ് പോവാറല്ലോ 2 കൊമ്പ്. അപ്പം എണ്ണ തേച്ച് കൊടുത്താണ്. എണ്ണ അധികമില്ല. അപ്പോൾ എൻ്റെ ഒരു കാതിലത്തെ കമ്മൽ കാണാനില്ല, സ്വർണ്ണമല്ല. അപ്പോൾ അത് കാണാനില്ല. അപ്പോൾ ഞാൻ അത് പറയുമായിരുന്നു അമ്മയുടെ അടുത്തിട്ടോ. അങ്ങനെതാ ആമി കുളിച്ച് വന്ന് അപ്പത്തേനും കേട്ടോ. അപ്പോഴും ഞാൻ എണ്ണ തേച്ച് കഴിഞ്ഞിട്ടില്ല, കാരണം അടിയിലും തുമ്പത്തൊക്കെ. അപ്പം ആമി പറയാണ് ഇവളുടെ എണ്ണ തേച്ച് കഴിഞ്ഞില്ലേന്ന്. അപ്പോൾ അത് ആമി ഡോവ് ഇടുകയാണ്. അപ്പം ഞാൻ കുളിക്കാൻ കയറി തോന്നുന്നുണ്ട്. അപ്പോൾ ആമി ഇതാ ഡോവ് ഇടുന്നു, നല്ല സ്ക്രബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ആമി നോക്കി ചുറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവൾ മുഖത്ത് തേച്ചു, പിന്നെ തേച്ചിട്ടുണ്ട്. പിന്നെ അവൾ പറഞ്ഞു കുറി തൊടണമെന്ന് അമ്മ ചോദിച്ചാണ്. അപ്പോൾ വേണ്ട പറഞ്ഞു. അപ്പോൾ ഗൈസ് ആമി സൺസ്ക്രീൻ വെയിലായാലും മഴയായാലും ഇടണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവൾ ഇടുന്നില്ല എന്നാണ് പിന്നെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ടാണ് എല്ലാം തേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം തേക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് എന്താ ഇടേണ്ടതെന്നാണ് ആമി ചോദിക്കുന്നത് കേട്ടോ. പിന്നെ അവൾ കോമ്പാക്റ്റ് എടുത്തിട്ടുണ്ട്. കോമ്പാക്റ്റ് എടുത്തിട്ട് സാവധാനമാണ് എല്ലാം ചെയ്യുന്നത്, കാരണം ബസ് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും എന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാം കുറച്ച് ലേറ്റായിട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ അവൾ ഇടുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ, ജസ്റ്റ് എന്നിട്ട് ഫുള്ളൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ അത്ര മേക്കപ്പ് ഒന്നും പാടില്ല ഞങ്ങളുടെ സ്കൂളിൽ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ. അങ്ങനെ ഇത് എല്ലായിടത്തും ഇടുകയാണ്. കുറച്ച് കൂടിയോന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ കയ്യോണ്ട് ഇച്ചിരി ഉരച്ചിട്ടുണ്ടായിരുന്നു, കാരണം കൂടിയെന്ന് ഒരു സംശയം വന്നു. പിന്നെ ഞാനല്ല അമ്മ പറഞ്ഞു
അപ്പോൾ ഇതാ കണ്ണെഴുതി പൊട്ട് തൊട്ട് കേട്ടോ. നെക്സ്റ്റ് മുടി കെട്ടലാണ്. അതൊരു ചടങ്ങ് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഞങ്ങൾ ഇരിക്കും. എന്നിട്ട് പറയും മുടയണോ അതോ 2 കൊമ്പ് സൈഡ് കെട്ടണോ അല്ലെങ്കിൽ ഒറ്റക്കൊമ്പ് കെട്ടണോ എന്നുള്ളത്. അപ്പോൾ അവൾ കെട്ടുന്നത് എന്താ നമുക്ക് കാണാം. അങ്ങനെ അമ്മ മുടി തോർത്തി കൊടുക്കുകയാണ്. അവൾ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കോട്ട് ഇച്ചിരി വലുതാണ്. അപ്പോൾ അതാണ് കാണിച്ചത് കേട്ടോ. ഫസ്റ്റ് ചെയ്യുന്ന ആമിഴാണ്, രണ്ടാമത്തെ എൻ്റെ ആണ്. അങ്ങനെ അമ്മ മുടിയൊക്കെ ജട തീർക്കുകയാണ്. അങ്ങനെ ബാത്റൂമിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ബാത്റൂമിൽ കാണിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ വരും ഇപ്പോൾ കേട്ടോ. കണ്ടോ കുറച്ച് ഞാൻ വന്നു കേട്ടോ കുളിച്ചിട്ട് ബാത്റൂമിൽ ഇറങ്ങി. അങ്ങനെ ഞാൻ പറയുമായിരുന്നു തല നനച്ചിട്ട് കുറേ ദിവസമായിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു നല്ല സുഖമുണ്ട്. അപ്പോൾ ആമി 2 കൊമ്പ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് മുടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു അവൾ. കാരണം ഞങ്ങളുടെ സ്കൂളിൽ ലിപ്സ്റ്റിക് അലോഡല്ല. അവിടെ തന്നെ കുറച്ച് ലിപ് ബാം ഇട്ടു. ബസ് വന്നപ്പോൾ ഞങ്ങൾ 2 പേരും പോയി. അപ്പോൾ മുന്നിൽ അച്ചാച്ചൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ സ്കൂളിൽ വന്നപ്പോഴത്തേന് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അത് എൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളാണ് ആ ലൈനിൽ നിൽക്കുന്നത്. ഞാനും ഉണ്ട്. അപ്പോൾ ഞാൻ സംസാരിച്ച് ചെയ്യുന്നതാണ് ആമയുടെയും അനുവിൻ്റെയും ക്ലാസ് കേട്ടോ. അവളുടെ ഫ്രണ്ട്സാണ് ആ ഫുള്ളും കേട്ടോ. അവരുടെ ക്ലാസ്സിൽ ഇച്ചിരി കുട്ടികളുള്ളൂ. എന്നാലും ഗേൾസ് മുഴുവൻ അവരുടെ ഫ്രണ്ട്സ് തന്നെയാണ് എന്തായാലും. അപ്പോൾ ആമി ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ സ്കൂളിൽ വിട്ട് വന്നു കേട്ടോ. സ്കൂളിൽ വിട്ട് വന്നപ്പോഴത്തേനും ഞാൻ ഫോൺ നോക്കുമായിരുന്നു എന്തൊക്കെയാണ് ഹോംവർക്ക് ഉള്ളതെന്ന്. അപ്പോഴത്തേനും അമ്മായി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് നൂഡിൽസ് ഉണ്ടായി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് തന്നെയാണ്. പിന്നെ കേക്ക് കഴിച്ചു. പിന്നെ നാമം ചൊല്ലിയിട്ടു. പിന്നെ ഞാൻ ഹോംവർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ തല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വെള്ളമായപ്പോൾ ഞാൻ ഫുള്ളായിട്ടാണ് നനച്ചത്. അപ്പോൾ ആമി ഞാൻ ചോദിച്ചാൽ എന്തിനാണെന്നായിരുന്നു. അപ്പോൾ ഞാൻ തല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വെള്ളമായപ്പോൾ ഞാൻ ഫുള്ളായിട്ടാണ് നനച്ചത്. അപ്പോൾ ആമി ഞാൻ ചോദിച്ചാൽ എന്തിനാ നനച്ചതെന്നൊക്കെ. അങ്ങനെ അവൾ റൂമിൽ വന്നു. ബാഗ് തുറക്കുകയാണ്. ഹോംവർക്ക് ചെയ്യേണ്ടതില്ല എന്തായാലും. ഇല്ല ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ പണിഷ്മെൻറ്റ് കിട്ടുമല്ലോ. അപ്പം സിബ് തുറക്കുകയാണ് അവൾ. അങ്ങനെ സിബ് തുറന്നു. പിന്നെ അവളുടെ ബുക്സൊക്കെ കണ്ടില്ലേ, പൗച്ചൊക്കെ കണ്ടില്ലേ. പൗച്ച് നല്ല ക്യൂട്ടാണ്. ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം പൗച്ച് എടുത്ത് വെച്ചു. പിന്നെ ഹോംവർക്ക് ചെയ്യാനുള്ള ബുക്ക് എടുത്ത് വെച്ചാണ്. അങ്ങനെ ഞാൻ ഡൗട്ട്സൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ ഇത് മാത്സിൻ്റെ ബുക്കാണ് കേട്ടോ. ലൈനില്ലാത്ത ബുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവളെ പറയായിരുന്നു. എൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അവൾ ലൈൻ ഇട്ട് തരാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവത്തില്ല. അപ്പം അവളുടെ അടുത്ത് ഞാൻ ഇട്ട് തരാൻ പറഞ്ഞതാണ്. അപ്പം ഇട്ട് തരികയാണ്. 3 ബുക്കിൽ ഇട്ടിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്ക് ഇടാമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം 3 എണ്ണേ വരച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇടും. ഫസ്റ്റത്തെ നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റത്തെ ദിവസം മാത്സിൻ്റെ നോട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റത്തെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ്. 2ാമത്തെ പേജ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആമി പറയുന്നുണ്ട് വേഗം എനിക്കും ഹോംവർക്ക് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം 3 എണ്ണം വെച്ചാൽ മതി ഹോംവർക്ക് ചെയ്യാനുണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിട്ടതില്ലേ. ഞാൻ ഫുള്ളും ചെയ്യിപ്പിച്ചാണ് കേട്ടോ. അപ്പം ലൈൻ വരയ്ക്കുന്നതിൻ്റെ അടുത്ത് തെറ്റുന്നുണ്ട് ചില ഭാഗത്ത് കേട്ടോ. അപ്പം ഞാനാണ് വീഡിയോ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇതുണ്ടാവും, ഇളക്കലും സീനുകളൊക്കെ ഉണ്ടാവും. അതാണ് പ്രശ്നം. അങ്ങനെ ലൈന് 3ാമത്തെ ലൈന് വരയ്ക്കുകയാണ്. അപ്പോൾ അതിനല്ലേ നോക്കുകയാണ്. അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിലും വരയ്ക്കുകയാണ്. മാർച്ചിനിടാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരച്ച് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആമിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. എന്തിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് കാണിച്ച് തരികയാണ് ഇപ്പോൾ കേട്ടോ. എന്തൊക്കെ പഠിക്കാനുണ്ട്. ബുക്സും പേനയും എല്ലാം എടുത്തിച്ച് അലങ്കോലാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ പഠിക്കുന്ന സമയത്ത് ബുക്കെല്ലാം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിനായിട്ട് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.